നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള വിഭവമാണ് ബ്രെഡ് സാൻഡ്വിച്ച്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 തരം സാൻഡ്വിച്ച് റെസിപ്പീസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം നമ്മളൊരു ടൊമാറ്റോ എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് ഒരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുക. ഈ സവാള നന്നായിട്ട് വഴന്നു വരുന്നവരെ ഇളക്കിയെടുക്കണം. സവാള ഇവിടെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയും നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതായിട്ട് ഇപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അല്പം മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട ഒന്ന് വെന്ത് വരുന്നവരെ ഇളക്കി കൊടുക്കുക. മുട്ട ഒരുപാട് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല, എന്നാൽ വെന്ത് കിട്ടാൻ വേണം. ആ ഒരു പാകം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ പാകമായിട്ടുണ്ട്. ഇത് ഈ പാനിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം, അല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് മുട്ട കൂടുതലെങ്കിൽ ഡ്രൈ ആയി പോകും. ഇനി ഇതിലേക്കുള്ള ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡിന് മുകളിലേക്ക് ഒരു അല്പം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തേച്ച് കൊടുക്കുക. ചൂടാക്കിയിട്ടുള്ള പാനിലേക്ക് വെച്ച് ഇത് ഒരു വശം മൊരിയുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇനി ഈ മുകൾ ഭാഗത്തും അല്പം ബട്ടർ തേച്ചിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു വശം മൊരിഞ്ഞു വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 വശവും മൊരിഞ്ഞ് പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഓരോ സ്ലൈസിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് തേച്ച് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി മറ്റേ സ്ലൈസിന് മുകളിലേക്ക് വയ്ക്കാം. പതുക്കെ അമർത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഈ ഒരളവിൽ നമുക്ക് ഏകദേശം 4 സാൻഡ്വിച്ച് വരെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തതായിട്ട് നമ്മളൊരു ഓംലെറ്റ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ബ്രെഡിൻ്റെ സൈഡ് ഇതുപോലെ മുറിച്ചെടുക്കണം. ഇതേപോലെ ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ ഒക്കെ ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ 4 സൈഡും മുറിച്ച ശേഷം ഈ ബോർഡറും നടുവിലുള്ള ഭാഗവും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. ഈ 2 ഭാഗവും നമുക്ക് ആവശ്യമുള്ളതാണ്. ഇതുപോലെ ബ്രെഡ് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓംലെറ്റിനുള്ള മിക്സ് ഉണ്ടാക്കണം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളി 4-5 എണ്ണം ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. പാല് ചേർക്കുമ്പോൾ ഓംലെറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അല്പം മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എണ്ണ എന്നൊക്കെ ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മൾ ആ മുറിച്ച് വെച്ച അതിൻ്റെ ആ സൈഡ്സ് ഇതിലേക്ക് വയ്ക്കാം. ഇതിന് നടുവിലായിട്ട് ആ ഓംലെറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ആവുന്ന വരെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള നടുവിലുള്ള ഭാഗം വെച്ചിട്ട് പതുക്കെ അമർത്തി കൊടുക്കുക. ഈ സമയത്ത് തീ ഒരു ലോ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അടിഭാഗം
ഒരു ഗോൾഡൻ കളർ ആയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ വശവും ഒന്ന് മുരിഞ്ഞു വരുന്നവരെ അല്പനേരം കൂടി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു അളവിൽ 4 സ്ലൈസ് ബ്രെഡ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അടുത്തതായിട്ട് നമ്മളൊരു ചീസ് ടോസ്റ്റ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, കുറച്ച് മല്ലിയില പൊടിയിട്ട് അരിഞ്ഞത്, ചില്ലി ഫ്ലേക്സ് 1/2 ടീസ്പൂൺ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തത്, ഒരു 4 അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തതാണിത്. ആവശ്യത്തിന് ഉപ്പ്. ഇനി 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 കപ്പ് ചീസ്. ഞാനിപ്പോൾ ഇവിടെ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചീസ് ടോസ്റ്റിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രെഡ് എടുക്കുക. ബ്രെഡിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് മയോണൈസ് തേച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. മറ്റേ സ്ലൈസ് കൊണ്ട് ഇത് കവർ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് സാവധാനം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പാല്, ഒരല്പം ഉപ്പ് ഇത്രയും ചേർക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഓരോന്നും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മുട്ട മിക്സിലേക്ക് ഇതേപോലെ ഒന്ന് മുക്കി കവർ ചെയ്തെടുക്കുക. 2 സൈഡ് മുക്കി ഇതേപോലെ കവർ ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ പാനിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നു കഴിയുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ഭാഗം കൂടി നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ മൊരിയിച്ചെടുക്കുക. ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാൻ. അപ്പോഴാണ് ആ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നല്ല പാകത്തിനായിട്ട് കുക്കായി വരുള്ളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇതാണ് നമ്മുടെ ചീസ് ടോസ്റ്റ് സാൻഡ്വിച്ച്. നല്ല ടേസ്റ്റിയാണ്. ഇതിന് പുറം ഭാഗം ഒരല്പം ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുണ്ടാവുക. ഇന്ന് നമ്മൾ കണ്ട 3 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.